എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മെഴുക്കുപുരട്ടിയാണ്. നാടൻ രീതിയിലാണ് ദാ ഈ ഒരു മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഞാൻ കുറച്ച് അച്ചിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന് അച്ചിങ്ങ എന്നാണ് പറയുക. പല നാട്ടിലും പല പേരാണ്. ദാ ഇതിപ്പം ഒരു 300 ഗ്രാമോളം വരും അച്ചിങ്ങ. ഇതൊന്ന് നമുക്ക് നന്നാക്കി എടുക്കണം. ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടി കൂട്ടി ചോറുണ്ണാനും അതുപോലെ കഞ്ഞി കുടിക്കാനും ഒക്കെ വളരെ രുചികരമാണ് കേട്ടോ. വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾക്കിതാ ഇതൊന്ന് നന്നാക്കി എടുക്കണം. ഞാൻ നന്നാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നേന്ത്രക്കായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾക്കിതിന് ടേസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ കിട്ടുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി ഞാനൊരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് സവാള ചേർക്കുന്നില്ല. ഇനി ഞാനിതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറ്റൽ മുളക് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഉള്ളിയും അതുപോലെ ഈ മുളകും കൂടി ചതച്ചെടുക്കുന്ന മെഴുക്ക് പുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ദാ കുറച്ച് ഉപ്പിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ദാ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, അച്ചിങ്ങ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. ഞാൻ എന്താ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയോ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ആവി വെള്ളം വീണിട്ട് ഇത് പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഈ സമയം കൊണ്ട് ഞാൻ അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ ഒന്ന് ഈ സമയത്ത് കുറച്ച് വെക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. രണ്ടും വെന്ത് കിട്ടിയതാണ്. 1 മിനിറ്റെങ്കിലും ഇതുപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അച്ചിങ്ങയും കായയും മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അച്ചിങ്ങയും കായയും നമ്മൾ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാതിരിക്കുക അച്ചിങ്ങയിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതങ്ങ് കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നുപോലെ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.